ഒരു കുടുംബത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ജോലിക്ക് പോയപ്പോൾ വീടിൻ്റെ സൺസൈഡിൽ നിന്നും വീണ് ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒരു നിമിഷം കൊണ്ട് മാറിമറിഞ്ഞ ഒരു ജീവിതം. ഞാൻ പാല് വെച്ചോടാണ് വർഷങ്ങളോട് ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടും ആയപ്പോൾ ഞാൻ പണി നിർത്തി, പാല് നിർത്തി ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയപ്പോൾ പണിക്ക് പൊയ്ക്കൊണ്ട സമയത്ത് രണ്ടാമത്തെ നിലയുടെ മേലെ നിന്ന് സൺസൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ തല കറങ്ങി വീഴുന്ന നട്ടല് പൊട്ടി കമ്പി ഇട്ടൊക്കെയാണ്. ഇപ്പൊ ഏച്ച് നടക്കാൻ പറ്റില്ല. അപകടത്തിന്റെ നിമിഷങ്ങൾ, അതിജീവനത്തിന്റെ പോരാട്ടം, അതിനുശേഷമുള്ള ജീവിതം. ഇതൊരു കെട്ടുകഥയല്ല, ഒരു ജീവിതത്തിന്റെ നേർസത്യം. വൈഫിന് പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല, പിള്ളേരെ നോക്കണം. അപ്പോൾ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് റൈപ്പറൊക്കെ മേടിക്കണം, മാസം തോറും മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ യൂറിൻ ട്യൂബൊക്കെ മാറണം. അതിന് തന്നെ വണ്ടിക്ക് തന്നെ 2000 രൂപ ഒരു പോക്ക് വരവിന്. പിന്നെ റൈപ്പറിന് എനിക്ക് ഒരു മാസം ഡെയിലി 2, 3, 4 ബാഗ് മാറണം. അത് തന്നെ ഒരു മാസം 2000 രൂപ അടുപ്പിച്ചാവും റൈപ്പർ മേടിക്കാൻ തന്നെ. എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്. ഞാൻ കിടന്നാണ് മലമൂത്രമൊക്കെ പോകുന്നത്. സാധാരണ ദിവസങ്ങളിലെ പോലെ അന്നും അയാൾ ജോലിക്ക് പോയി. പെട്ടെന്നുള്ള ഒരു തലകറക്കം 17 അടി പൊക്കത്തിൽ നിന്നും താഴേക്ക് വീണു. എല്ലാം മാറിമറിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബം മുഴുവൻ തകർന്നടിഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമായിരുന്നു. നട്ടെല്ലിന് പൊട്ടൽ സംഭവിച്ചിരിക്കുന്നു. ഒരു നിമിഷം, അത്രമാത്രമേ സമയമെടുത്തുള്ളൂ ഒരു ജീവിതം മാറാൻ. കുടുംബാംഗങ്ങൾക്ക് ഇതൊരു ഞെട്ടലായിരുന്നു, നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മണികണ്ഠൻ എന്ന ഈ വ്യക്തിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സഹായം ചെയ്തതിന് വളരെ ഉപകാരം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മണികണ്ഠന് നിരവധി ശസ്ത്രക്രിയകളും ദീർഘകാല ചികിത്സയും ആവശ്യമായി വന്നു. ഈ ചികിത്സയ്ക്ക് വളരെ ഉയർന്ന ചെലവ് വരുന്നതിനാൽ മണികണ്ഠന്റെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നു. 2 ചെറിയ പെൺകുട്ടികൾ, ജോലിയില്ലാത്ത ഭാര്യ, ഹോസ്പിറ്റൽ ചെലവ് പോലും വഹിക്കാൻ പറ്റാതെ. 2 പെൺമക്കളാണ്. ഒരാൾക്ക് ഇളവർക്ക് 2.5 വയസ്സായിട്ടുള്ള കുഞ്ഞ. വൈഫിന് പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ദയവായി മണികണ്ഠന് ഒരു സഹായഹസ്തം നീട്ടൂ. ഓരോ രൂപയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ സഹായം മണികണ്ഠന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കും. സഹായം ചെയ്തതിന് വളരെ ഉപകാരം. മണികണ്ഠന്റെ പുനർജന്മത്തിന് സഹായഹസ്തം നീട്ടാം. മണികണ്ഠൻ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ചെറിയ സഹായങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. മണികണ്ഠന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ 295610054225 എന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായധനം അയയ്ക്കുക. ഗൂഗിൾ പേ നമ്പർ 8848073331 എന്ന നമ്പറിലേക്ക് സഹായധനം അയയ്ക്കുക. ഈ പോസ്റ്റ് പങ്കുവച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക.